പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NISന്റെ +2 എക്കണോമിക്സ് കോഡ് നമ്പർ 318 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ്. 2024 ഒക്ടോബറിൽ നടന്ന എക്സാമിൻ്റെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലും കൊടുക്കാൻ പറ്റിയ ഒരു പേപ്പറാണ് എക്കണോമിക്സ്. ഒരു നിർബന്ധിത വിഷയമല്ല, നമുക്ക് ഓപ്ഷനായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. ഓക്കെ, നമുക്ക് ന്യൂ സിലബസ് അനുസരിച്ചുള്ള ആദ്യത്തെ എക്സാം നടന്നത് 2024 ഏപ്രിലും തുടർന്ന് 2024 ഒക്ടോബറിലും ഇനി വരുന്നത് 2025 ഏപ്രിലുമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ മോഡൽ അനുസരിച്ചിട്ടാണ് തുടർന്നുള്ള വർഷങ്ങളിലൊക്കെ എക്സാം നടക്കുന്നത്. അതിൻ്റെ എല്ലാ വിഷയങ്ങളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ് നമ്മുടെ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ അവൈലബിൾ ആണ്. കഴിഞ്ഞ ഏപ്രിലിൽ നടന്നതും ഒക്ടോബറിൽ നടന്നതും അതേപോലെ തന്നെ എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ പ്ലേ ലിസ്റ്റിൽ അവൈലബിൾ ആണ്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സുകളും എല്ലാം ലഭിക്കുന്നതാണ്. നമുക്കറിയാം, എക്കണോമിക്സ് എന്ന് പറയുന്ന 2 ടെക്സ്റ്റ് ബുക്കിലാണ് വിഭജിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത്. ഗൈഡ് ആകുമ്പോൾ ഒറ്റ ഗൈഡുള്ളൂ. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രോബ്ലംസിനും അതേപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസിനൊക്കെ വേണ്ട രീതിയിൽ ആൻസർ ചെയ്യാൻ കഴിയണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നന്നായി റെഫർ ചെയ്യണം. ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവർ NISന്റെ സൈറ്റിൽ NIS ഓൺലൈൻ കോഴ്സ് ഓഫ് മെറ്റീരിയൽ എന്ന് അടിച്ചു നോക്കുക. അതിൽ സീനിയർ സെക്കൻഡറിയിൽ നമ്മുടെ ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ സബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് ചാനലിൽ അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് വർഷത്തെ വേണമെങ്കിലും അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതാണ്. 60% ഭാഗം കവർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഒരുപാട് ചാപ്റ്റർ പഠിക്കാണ്ട്. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ 4 ചാപ്റ്റർ മാത്രമേ, അവസാന ഭാഗത്ത് നമ്മളെ മീൻ മീഡിയം മുതലുള്ള 4 ചാപ്റ്റർ മാത്രം നോക്കി മതി. അതിന് മുമ്പുള്ള തിയറി ചാപ്റ്റർ നോക്കേണ്ട. രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ നൽകിയിട്ടുണ്ട്. NISന്റെ സൈറ്റിലും അവൈലബിൾ ആണ്. 50ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് 2024 ഒക്ടോബറിൽ നടന്ന സെറ്റ് എ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻസ് ആണ്. കാൽക്കുലേറ്റ് ലാസ്റ്റ് ഇയർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നേടാം. 11ാമത്തെ ചാപ്റ്ററിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡെക്സ് നമ്പറിൽ നമുക്ക് ഒരുപാട് ഇൻഡെക്സ് നമ്പർ ടൈപ്പ് ഉണ്ട്. വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ ഉണ്ടാവും, ആഗ്രിഗേറ്റ് ഉണ്ടാവും, ലാസ്റ്റ് പേസ്, ഫിഷേഴ്സ്, പാസ്കീസ്, ഇതൊക്കെ പറഞ്ഞ പല രീതിയിലുണ്ട്. ഓരോന്നിന്റെയും ഇക്വേഷൻ നമുക്ക് അറിയണമെന്നാണ്. ഈ ലാസ്റ്റ് ഇയർ പ്രൈസ് ഇൻഡെക്സ് നമ്പറിന്റെ ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ ഈ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് P01 ആണ് ഈക്വൽ ടു സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 ഇൻറ്റു Q0 ഇൻറ്റു 100 ആണ്. ഇപ്പോൾ P1 എന്ന് പറയുന്നത് കറന്റ് ഇയർ പ്രൈസ് ആണ്. കറന്റ് ഇയർ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇതാണ് കറന്റ് ഇയർ, ഇതാണ് P1 എന്ന് പറയുന്നത്. Q1 എന്ന് പറയുന്നത് കറന്റ് ഇയർ ക്വാണ്ടിറ്റി ആണ്, ഇതാണ് കറന്റ് ഇയർ ക്വാണ്ടിറ്റി ആണ്. അതേപോലെ P0 എന്ന് പറയുന്നത് കറന്റ് ഇയർ ബേസ് ഇയർ പ്രൈസ് ആണ്. Q0 എന്ന് പറയുന്നത് ബേസ് ഇയർ ക്വാണ്ടിറ്റി ആണ്. പിന്നെ ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഈ ഇക്വേഷനിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വേണ്ടത് P1 Q1 ആണ് വേണ്ടത്. P1 Q1 എന്ന് പറഞ്ഞാല് P1നെ Q1 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഫസ്റ്റ് P1 എത്രയാണ്? 4 ആണ്. 4 ഇൻറ്റു Q1 പറ്റത് ഇങ്ങനെ ഡയറക്റ്റ് ഗുണിച്ചാൽ മതി. 40, 5 ഇൻറ്റു 14 70, 2 ഇൻറ്റു 8 16, 6 ഇൻറ്റു 12 12, 72. ഇത് ടോട്ടൽ ചെയ്യാം. 6 2 8, 7 4 11, 12 7 19. ഇതാണ് സിഗ്മ P1 Q1. ഈ ഇക്വേഷനിലേക്കുള്ള ഒരു ഐറ്റം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ വേണ്ട P0 Q0 ആണ് അടുത്ത പോകാം. കറന്റ് ഇയർ ബേസ് ഇയർ പ്രൈസിനെ ബേസ് ഇയർ ക്വാണ്ടിറ്റി കൊണ്ട് ഗുണിക്കുക. അപ്പോൾ P0 2 ഇൻറ്റു 8 16, 4 ഇൻറ്റു 12 48, 6 ഇൻറ്റു 10 60, 8 ഇൻറ്റു 22 28 16 1 20 16 17 176. ഇത് ടോട്ടൽ ചെയ്യുക. 14 6 20, 2 7 9 15 4 19 20, 2 300, 1 ടോട്ടൽ 176. 6 8 6 14 6 20, 9 6 15 4 19 20,
300. ഇതാണ് സിഗ്മ B0 Q0. ഇനി ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. T1 Q1 എന്നുള്ളത് 198 ഡിവൈഡ് ബൈ B0 Q0 എന്നുള്ളത് 300 ഇൻറ്റു 100. 0 വെട്ടിക്കളയാം. മുകളിലുള്ള 2 0 ഈ 2 0 വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ 198 ഇൻറ്റു 1 198 ഡിവൈഡ് ബൈ 3 കൊണ്ടായിരിക്കാം 198. അപ്പോൾ നമ്മൾ എക്സാമിന് ചിലപ്പോൾ കാൽക്കുലേറ്റർ അവൈലബിൾ അല്ലെങ്കിൽ ഇതേ രീതിയിൽ ചെയ്യാം. നമ്മൾ സ്കൂളിൽ ചെയ്ത് പഠിച്ച് ചെറിയ ക്ലാസ്സിലൊക്കെ ചെയ്ത് പഠിച്ചു. നമ്മൾക്ക് ഹാൾ ടിക്കറ്റിലുള്ള ഇൻസ്ട്രക്ഷനിൽ നമ്മൾ ഇലക്ട്രോണിക് ആയിട്ടുള്ള കാൽക്കുലേറ്റർ മൊബൈൽ പോലെയുള്ള ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാം, അതിന് പെർമിഷൻ ലഭിക്കാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ചെയ്യാം. ഇപ്പോൾ 19 എത്ര 6 6 3 19 3 6 പ്രാവശ്യം 1 18 3 6 18 0 66 നമുക്ക് ഇതിന്റെ ആൻസർ വരും കേട്ടോ. എത്ര പെട്ടെന്ന് നമുക്ക് 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. ഇത് നമ്മൾ തിയറി ആണെങ്കിൽ ഒരു പേപ്പർ 1.5 പേപ്പറോളം നമ്മൾ എഴുതാം. പ്രോബ്ലംസ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് അതുപോലെ 4 മാർക്കിന്റെ 3 മാർക്കിന്റെ ഒക്കെ പ്രോബ്ലംസ് കുറച്ചൊക്കെ അറ്റൻഡ് ചെയ്ത് പാസ്സുള്ള മാർക്ക് അങ്ങനെ നമുക്ക് സുഖമായിട്ട് 26 മാർക്ക് വാങ്ങാം. പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് പ്രയാസമുള്ളത്, അത് നമുക്ക് ചെയ്യാൻ കിട്ടിയില്ലെങ്കിലും ബാക്കിയുള്ള പരമാവധി ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ആദ്യം ആൻസർ ചെയ്യേണ്ടത് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് 1 വേർഡിലേക്ക് പോയാൽ നമുക്ക് ഒരുപാട് ടൈം അവിടെ ആലോചിച്ചിരിക്കേണ്ടി വരും. അങ്ങനെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇങ്ങനെ എഴുതാൻ 6 മാർക്കിൽ അത് എഴുതി 4 മാർക്ക് പിന്നെ 3 മാർക്ക് 2 മാർക്ക് ലാസ്റ്റ് 1 മാർക്കിന്റെ സെക്ഷൻ എഴുതുകയാണെങ്കിൽ സമയം ടെൻഷൻ ഇല്ലാതെ എക്സാം എഴുതി പോകാം. എങ്ങനെയായാലും ക്വസ്റ്റ്യൻ നമ്പർ ക്രമങ്ങൾ കറക്റ്റ് ആണ്, സെക്ഷൻ ഏത് സെക്ഷനിൽ ഏത് നമ്പർ ആണ് എന്നുള്ളത് കറക്റ്റായിട്ടാണ്. ഓക്കെ, ഇനി തുടർന്നുള്ള നമ്മുടെ എല്ലാ വിഷയത്തിന്റെ ക്ലാസ്സുകളും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈഡുകൾ എല്ലാ വിഷയത്തിൻ്റെയും മലയാളത്തിൽ ആവശ്യമുള്ള വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിൽ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ വീട്ടിലിരുന്ന് മൊബൈലിൽ ഓൺലൈൻ പരീക്ഷ എഴുതാൻ പറ്റുന്നവർക്ക് ബോസ് എഡ്യൂക്കേഷൻ SSLC +2 നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്, അത് കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.